ഹലോ യുവൺ, അപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കലുണ്ട്. ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരുമോ, വെയിറ്റ് കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്, വെയിറ്റ് കുറക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇത് എല്ലാവർക്കും വീഡിയോ ആണിത്. അപ്പം അങ്ങനെയാണ് ഡയറ്റ് വന്നിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു ഡയറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ കാര്യം നോക്കും. ഏജ്, ഹൈറ്റ്, വെയിറ്റ്, അതേപോലെ നമ്മൾ ആക്ടിവിറ്റി ലെവൽ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ മെയിൻ്റെനൻസ് കാലറി നോക്കാം. അപ്പോൾ മെയിൻ്റെനൻസ് കാലറി ഓരോരുത്തർക്കും ഓരോ മെയിൻ്റെനൻസ് കാലറി ആയിക്കാരം. അപ്പോൾ മെയിൻ്റെനൻസ് കാലറി കിട്ടിക്കഴിഞ്ഞാലും പലരുടെ ഗോളും വേറെ വേറെ ആയിക്കാരം. ചിലർക്ക് വെയിറ്റ് കൂട്ടാനായി, വെയിറ്റ് കുറക്കാനായിക്കാരം. അപ്പം അതിനനുസരിച്ചാണ്ട് അവരുടെ കാലറി ഗോൾ ഒരു ദിവസം ഒരു കഴിക്കേണ്ട കാലറീസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നേരെ വന്നിട്ട് വെയിറ്റ് കുറക്കണം, വെയിറ്റ് കൂട്ടണം, ഡയറ്റ് പ്ലാൻ തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാലറിയാണ് ആ ഒരാൾ കഴിക്കേണ്ടത് നമുക്ക് അറിയില്ല. ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എത്ര കാലറി ദിവസം കഴിക്കാനുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളെ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ സൈറ്റ് ഉണ്ട്, TDE കാൽക്കുലേറ്റർ. അപ്പൊ നമ്മളെ ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ആക്ടിവിറ്റി ലെവലും അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൻ്റെനൻസ് കാലറി കിട്ടും. അപ്പൊ മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന് കുറച്ച് കാലറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ, 300 കാലറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ വെയിറ്റ് ഗെയിൻ സംഭവിക്കും. മെയിൻ്റെനൻസ് കാലറി നമ്മൾ 500 കാലറി 300 കാലറി കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ് അതിനുള്ള കാലറീസ് സെറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു കാലറീസ് നമുക്ക് എത്തിക്കണം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്ര കാലറീസ് ഉണ്ട് അറിയണം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കുറേ ആപ്പുകൾ അവൈലബിൾ ആണ് ഈ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈ ഫിറ്റ്നസ് പാൽ ഉണ്ട്, ഹെൽത്തിഫൈമി ഉണ്ട്, നാറ്റി കോച്ച് ഉണ്ട്. ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക, അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നോർമൽ ദിവസം കഴിക്കുന്ന ഫുഡുകൾ മൊത്തം അടിച്ചു കൊടുത്ത് നോക്കുക. അപ്പോൾ അതിൽ ഡൗട്ട് വരാണെങ്കിൽ എന്ത് ചെയ്യുക, ഗൂഗിൾ പോയിക്കാണ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് കാലറീസ് കിട്ടും. അപ്പോൾ അതിന് മെയിനായി വേണ്ട സംഭവമാണ് ആ ഫുഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിൻ സ്കെയിൽ ഉണ്ട്, കിച്ചൺ വെയിൻ സ്കെയിൽ പറയും. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അതിൽ എത്ര ഗ്രാം ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പോൾ ചോറ് എത്ര ഗ്രാം ഉണ്ട്, ചിക്കൻ എത്ര ഗ്രാം ഉണ്ട്, ആ കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ആപ്പിൽ, ഈ മൈ ഫിറ്റ്നസ് പാലോ ഈ നാറ്റി കോച്ചോ ഹെൽത്തിഫൈമിയോ അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലറി നമ്മൾ ദിവസം കഴിക്കേണ്ടത് കിട്ടും. നമ്മൾ മെയിൻ്റെനൻസ് കാലറി നമുക്കറിയാം, എത്ര കാലറി നമ്മൾ കഴിക്കണുള്ളത് നമുക്കറിയാം. നമ്മൾ കഴിക്കണം. ഇപ്പോൾ ഈ മെയിൻ്റെനൻസ് കാലറി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ഒക്കെ സംഭവിക്കുന്നുണ്ടാവാം. മെയിൻ്റെനൻസ് കാലറിൻ്റെ കാര്യം കുറവാണെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് നമ്മൾ ഗോളിനനുസരിച്ചാണ് മാറ്റുക. നമുക്ക് വെയിറ്റ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക, കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക. ആ ലെവലിക്ക് നമ്മൾ ആ ഒരു നോർമൽ ഡയറ്റിന് നമുക്ക് എത്തിക്കുക. സെയിം ഫുഡിനെ കഴിച്ചാണ്ട് എല്ലാ ദിവസവും നമ്മൾ കഷ്ടപ്പെട്ടാണ്ട് ഡയറ്റിന് ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിനെ നമ്മൾ ക്വാണ്ടിറ്റി ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് പറഞ്ഞാൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കോമ്പറ്റീഷൻ ടൈമിൽ മാത്രമേ ഞാൻ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അതേപോലെ കാലറീസ് നോക്കിക്കാണ്ട് കഴിക്കുക. അതായത് ഇപ്പോൾ മെയിൻ്റെനൻസ് കാലറി എനിക്ക് അറിയാം, അവർക്ക് എത്ര കാലറി നമുക്ക് കഴിക്കണം, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം അറിയാം. നമുക്ക് ബൾക്ക് ചെയ്യേണ്ടി എന്തെങ്കിലും ഞാൻ മെയിൻ്റെനൻസ് കാലറിക്കാൻ കൂടുതൽ കഴിക്കാൻ നോക്കും. കട്ട് ചെയ്യണമെത്തി ഞാൻ മെയിൻ്റെനൻസ് കാലറി കുറച്ച് കഴിക്കാൻ നോക്കും. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ലൈഫിലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും. അതാണ് മെയിൻ തിങ്. ഒരിക്കലും നമ്മളൊരു പെർട്ടിക്കുലർ ഡയറ്റ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ കാലാകാലം അങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്ന ഒരു നിർബന്ധമില്ല. നമുക്ക് ഇതേപോലെ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേപോലെ എന്ത് ഫുഡും കഴിച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ഫുഡും കഴിച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ആരും ഡയറ്റ് ചോദിച്ചു വരരുത്, ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വേണ്ട ഗോളിനനുസരിച്ചാണ്ട് ആ കാലറീസ് സെറ്റ് ചെയ്ത് കണ്ട് അതിക്ക് എത്തിക്കാൻ നോക്കുക. ഇത് മനസ്സിലാവാത്തവർക്ക്, ഇത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ചെയ്തു തരുന്നുണ്ട്. അതിന് ചെറിയ പേയ്മെന്റ് ഉണ്ടാവും. അത് നിങ്ങൾ മെയിൻ്റെനൻസ് കാലറി നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡുകൾ പറഞ്ഞാൽ ആ ഫുഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിക്കാണ്ട് നിങ്ങൾക്ക് കഴിക്കേണ്ട ആ കാലറീസ് എത്തിക്കും. അതായത് വെയിറ്റ് ലോസ് ആണെങ്കിൽ ആ ഒരു കാലറീസ് ഇങ്ങനെ മാക്സിമം കുറച്ചിക്കാണ്ട് ആ ഒരു സെയിം ഫുഡുകളെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഡയറ്റ് ചെയ്ത് തരും. വെയിറ്റ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലറീസ് കുറച്ച് കൂട്ടുക, അല്ലെങ്കിൽ വേറെ കുറച്ച് ഫുഡുകളും കൂടി ആഡ് ചെയ്തുകൊണ്ട് ആ കാലറീസ് എത്തിച്ചുകൊണ്ടൊരു ഡയറ്റ് ചെയ്ത് തരും. അപ്പം ഉണ്ടായിത്തല്ലേ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. ഇവിടുന്ന് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല പഴയ പോലെ. അത്രയ്ക്കുള്ള ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.